ഈ ദുരന്തത്തിന് ശേഷിപ്പായി ഇപ്പോഴും ഒരു ചാവുപുഴ പോലെ ഒഴുകുന്നുണ്ട് ചാലിയാർ പുഴ എന്ന് പറയാതെ വയ്യ. ഇന്ന് പോലും നിരവധി മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുത്തു. ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. പുഴയിലൂടെ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങൾ ഇനിയുമുണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇന്നും ഇന്നലെയുമായി നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ പ്രിയപ്പെട്ടവരെ തേടിയെത്തുന്നവരുടെ കണ്ണുനീർ ഉള്ളലിയിപ്പിക്കുന്നതാണ്. ഓരോ 10 മിനിറ്റിലും എനിക്ക് പുറകിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയിൽ നിന്ന് മനുഷ്യ ശരീരത്തിന്റെ ജീവനറ്റ പല ഭാഗങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നത്. മനുഷ്യ ശരീരവാഹിനിയായി ചാലിയാർ പുഴ അങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതം മരണമായി ഒഴുകുകയാണ് ചാലിയാറിലൂടെ. 38 കിലോമീറ്റർ പുഴയിലൂടെ ഒഴുകുകയാണ് ജീവനറ്റ ശരീരഭാഗങ്ങൾ. ചൂരൽമലപ്പുഴ കുത്തനെയുള്ള മലപ്രദേശങ്ങളിലൂടെ ഒഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെയാണ് ചാലിയാറിലെത്തുന്നത്. മുണ്ടേരി, മച്ചിക്കൈ, വാണിയമ്പുഴ, ചങ്കത്തറ, കുന്നത്തുപുട്ടി, ചൂരക്കണ്ടി, ചാലിയാർ മൃതദേഹവാഹിയായപ്പോൾ ഇവിടെ നിന്നൊക്കെ ജീവനറ്റ ശരീരങ്ങൾ കണ്ടെടുത്തു. ഇതിനൊപ്പം ചിതറിയ ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി. വരുന്നത് മൃതദേഹമാണോ ശരീരഭാഗമാണോ എന്നറിയാതെ കിട്ടുന്നത് ആംബുലൻസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകർ. പതിനെട്ടോളം മൃതശരീര ഭാഗങ്ങൾ ഇന്നത്തെ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ചില മൃതശരീരങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്, ചില മൃതശരീരങ്ങളെല്ലാം തിരിച്ചറിയാൻ സഹായകമാകുന്ന വിധത്തിലാണ്. ചാലിയാറിൽ നിന്ന് മാത്രം 80-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അപരിചിതരെങ്കിലും ഉറ്റവരെ നഷ്ടപ്പെട്ട വിങ്ങലോടെയാണ് നിലമ്പൂർ ജനത. കഴിഞ്ഞ 2 ദിവസമായി ആംബുലൻസിന്റെ സൈറൻ നിലമ്പൂർ അങ്ങാടിയിൽ അസ്വാഭാവികത ഉണ്ടാക്കിയില്ല. ഒരു തവണ തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് വീണ്ടും തിരച്ചിൽ നടത്തിയാൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതിയാണ് ചാലിയാർ പുഴയുടെ തീരത്തുള്ളത്. ഈ സാഹചര്യത്തിൽ നാളെയും തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്, 24. അങ്ങനെ ചാലിയാർ പുഴ അതൊരു ചാവുപുഴ പോലെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഇതിലൂടെ ഒഴുകി വരുന്നുണ്ട്, അത് കണ്ടവരുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളും അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ നാളത്തെ ഈ പാല നിർമ്മാണമാണ്. അത് സൈനികർ തുടരുന്നുണ്ട്. നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ JCB അടക്കം ഈ പാലത്തിലൂടെ, അത് കരുത്തുറ്റ പാലമാണ് നിർമ്മിക്കുന്നത്, കടത്തിവിടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സൈനികർ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ വേഗത്തിൽ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇതിപ്പോൾ. ഇവിടെ ചെറിയ രീതിയിൽ അത് ഇങ്ങനെയായി മാറാനുള്ള കാരണം അതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഘടനയാണ്. കാരണം ഈ ചൂരൽമലയുടെ ഒരു ഭാഗത്ത് കെട്ടിടങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ തൂണുറപ്പിക്കാൻ കഴിയുന്നില്ല സൈനികർക്ക്. അതുകൊണ്ട് ഈ പുഴയിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ തൂണുകൾ സ്ഥാപിച്ച് അതിൽ ഇതിൻ്റെ ബലം മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശക്തമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പുള്ളൊരു പാലം ഉണ്ടാക്കുക എന്നതാണ് ഇവിടുത്തെ ടാസ്ക്. അതിൻ്റെ ഒരു ഭാഗം ഉറപ്പിച്ചു കഴിഞ്ഞു, മറുഭാഗം മുണ്ടക്കൈ തീരത്തേക്കാണ് എത്തേണ്ടത്, കരയിലേക്കാണ് എത്തേണ്ടത്. അത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൈനികരുള്ളത്. അത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പൂർത്തിയാകും. കുറച്ചുകൂടി ശക്തമായ തൂണുകൾ ഉറപ്പിച്ച് ഉച്ചയോടുകൂടി തന്നെ JCB അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ കഴിയുന്ന അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള കരുത്തുള്ള ഒരു പാലമാണ് നിർമ്മിക്കുന്നത്. ബെയിലി ബ്രിഡ്ജ് എന്നാണ് ഇത്തരം പാലങ്ങൾക്ക് പറയുന്ന പേര്. ഇത് സൈനികർ, കരസേനാ വിഭാഗം സാധാരണഗതിയിൽ ഈ യുദ്ധമുഖത്തൊക്കെ ഉണ്ടാക്കുന്ന പാലങ്ങളാണ്. ഇതിനേക്കാൾ വളരെ വലിയ വേഗത്തിൽ തന്നെ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിയുന്ന പാലങ്ങളാണ് ബെയിലി ബ്രിഡ്ജസ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ചൂരൽമലയുടെ ഒരു ഭാഗത്ത് കെട്ടിടങ്ങളുണ്ട്, അവിടെ തൂൺ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അവിടെ തൂൺ സ്ഥാപിച്ച് ഇതിൻ്റെ ബലം ഊട്ടിയുറപ്പിച്ച് ആ പാലം നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റ് ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലൂടെ ഒരു ഇരുമ്പ് തകിട് ഫിറ്റ് ചെയ്യുകയും അതിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടാൻ പാകത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കിയെടുക്കുകയുമാണ് അവിടുത്തെ ടെക്നിക്കൽ എക്സ്പേർട്സും ഒപ്പം സൈനികരും ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഇനി നമ്മൾക്ക് അറിയേണ്ടത്, നാളെ 6 മണിക്കോടുകൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തും. ഈ രീതിയിൽ റോപ്പ് ഉപയോഗിച്ച് തന്നെ, ഈ പാളത്തിലൂടെ അല്ലാതെ റോപ്പ് ഉപയോഗിച്ചും ഈ സിപ്പ് ലൈൻ വഴിയുമൊക്കെ, സാധാരണ ഇതിൽ താൽക്കാലികം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് സിപ്പ് ലൈൻ. അങ്ങനെ അതുവഴിയൊക്കെ മറുകരയിലേക്ക് പോയി
രക്ഷാപ്രവർത്തകർ ഇന്ന് പോകാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നേരത്തെ തന്നെ ഈ തെരച്ചിൽ നിർത്താൻ കാരണം പ്രതികൂല കാലാവസ്ഥയാണ്. ശക്തമായ മഴ ആ മേഖലയിൽ വന്നും പോയിക്കൊണ്ടും വരുന്നു. കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്. കാരണം താൽക്കാലികമായൊരു പാലം അത് പൊട്ടി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് ഈ ചൂരൽമല പുഴയിലെ ജലനിരപ്പ് ഉയർന്നതാണ് അതിന് കാരണം. അതായത് ഇപ്പോഴും ഈ വനമേഖലയിൽ വൃഷ്ടി മേഖലകളിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവിടെ ജലനിരപ്പ് ഉയരാൻ കാരണം എന്നുകൂടി അറിയേണ്ടതുണ്ട്. അപ്പം മഴ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നാളെ മഴ മാറി നിൽക്കട്ടെ, ഇന്ന് രാത്രിയും മഴ പെയ്യാതിരിക്കട്ടെ ആ മേഖലയിൽ ഒന്നാകെ. എങ്കിൽ മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഉൾഭാഗങ്ങളിലേക്ക് പോയി ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക, നടത്താൻ കഴിയുക. സുഹൈൽ, കാലാവസ്ഥ അനുകൂലമാകട്ടെ, അങ്ങനെ സാധ്യതകളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് സജീവമായ രക്ഷാപ്രവർത്തനം നടത്താനാകട്ടെ. നാളെ ഈ മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അത്യാധുനിക മിഷനറികൾ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, ഒരു തെരച്ചിലായിരിക്കും ഉണ്ടാവുക. സമാന്തരമായി ഇപ്പോൾ നമ്മൾ ഈ സൂരജ് സജ്ജി റിപ്പോർട്ട് ചെയ്തതുപോലെ ചാലിയാറിൻ്റെ തീരങ്ങൾ, പോത്തുകലടക്കമുള്ള ഭാഗങ്ങളിൽ നിരവധി മൃതശരീരങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. അത്തരത്തിൽ നിലവിൽ മുന്നോട്ട്, അതായത് പോത്തുകലിന് പിന്നോട്ടുള്ള പ്രദേശങ്ങൾ, ആ ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഒരു പരിശോധന ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ വൈകിട്ടോടുകൂടി നമ്മളുടെ വയനാട് റിപ്പോർട്ടടക്കം റിപ്പോർട്ട് ചെയ്തത് ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തുന്നതോടൊപ്പം സമാന്തരമായി തന്നെ ഈ പുഴയിൽ ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഈ സൂചിപ്പാറയ്ക്ക് സമീപമടക്കം മേഖലകളിൽ, അതൊരു വനപ്രദേശമാണ്. ഈ വനപ്രദേശത്തോട് ചേർന്നാണ് ഈ ചാലിയാറിന്റെ പുഴ ഒഴുകുന്നത്. ഈ പ്രദേശങ്ങളിലടക്കം ഒരു തെരച്ചിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതായത് മുണ്ടക്കൈ ഭാഗത്ത് സൈന്യം മണ്ണിനടിയിലും മൺകൂനകൾക്കടിയിലും ഒക്കെ തെരച്ചിൽ നടത്തുമ്പോൾ സമാന്തരമായ പുഴയുടെ ആഴങ്ങളിലും അല്ലെങ്കിൽ പുഴയുടെ കരകളിലൊക്കെ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടോ എന്ന രീതിയിലൊരു തെരച്ചിൽ കൂടി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരച്ചിലാണ് ഉണ്ടാകുക. അതായത് നാളെ ഈ രക്ഷാദൗത്യത്തിന്റെ 3-ാം ദിനത്തിൽ അതിനിർണായകമായ ഒരു തെരച്ചിലാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതിനുള്ള നടപടിക്രമങ്ങളും മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി. പ്രധാനമായും മുന്നൊരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ബെയിലി പാലം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് ഏറെക്കുറെ നാളെ ഉച്ചയോടുകൂടിയൊക്കെ തയ്യാറാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഏറ്റവും ഹെവി വെയിറ്റ് മെഷീൻസ്, ഇപ്പോൾ നമുക്ക് ഉള്ള ഏറ്റവും വലിയ സങ്കീർണത നമ്മൾ കണ്ടതാണ്. ഈ ബെയിലി പാലത്തിന് സമീപത്ത് ഒരു ചെറു പാലം ഉണ്ടാക്കി അതുവഴി റോപ്പ് വലിച്ചുകൊണ്ടാണ് മുണ്ടക്കൈ ഭാഗത്തെ കരയിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇതൊരു ഘട്ടത്തിൽ ഈ ചൂരൽമല പുഴയിലടക്കം ജലനിരപ്പ് കൂടിയ സമയത്ത് ഈ താൽക്കാലിക പാലം മുങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഈ ആക്സസ് പോയിന്റായി മുണ്ടക്കയിലേക്ക് എത്താൻ അവർ നേരിടുന്നത്. ഈ ബെയിലി പാലം വരുന്നത് കൂടി കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് എത്താനാകും. അതിനപ്പുറത്തേക്ക് എക്യുപ്മെന്റ്സ്, വളരെ അഡ്വാൻസ് ആയ എക്യുപ്മെന്റ്സും ഈ JCB, ഹിറ്റാച്ചി അടക്കമുള്ള കൂടുതൽ വാഹനങ്ങളും അങ്ങോട്ട് എത്തിക്കാനാകും. അത്തരത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ത്വരിതപ്പെട്ട വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് സാധിക്കും. അതുകൊണ്ട് നിർണായക ദിനത്തിൽ ഏറെ പ്രതീക്ഷയോടുകൾ നമ്മൾ രക്ഷാദൗത്യം കാണുന്നത്. ഗോൾഡൻ അവേഴ്സ് കൂടിയാണ്. ഇനി അങ്ങോട്ട് വൈകിയാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇപ്പോഴും ജീവനോടെ പ്രിയപ്പെട്ടവർ അവിടെ ഇവിടെയായി ഉണ്ടെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ നൽകാൻ നമുക്ക് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാൻ. പ്രജിൻ.